വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وما تلك بيمينك يا موسى قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى قال ألقها يا موسى فألقاها فإذا هي حية تسعى قال خذها ولا تخف سنعيدها سيرتها الأولى واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീൻ്റെ സന്ദേശങ്ങളടങ്ങിയ പ്രമാണങ്ങളെ ഉൾക്കൊള്ളാനും പഠിക്കാനും മനസ്സിലാക്കാനും പടച്ച റബ്ബ് നമുക്ക് മഹത്തായ തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളക്കണക്കിന് അറിവുകൾ നേടിയ നമുക്ക് അത് ഉപകരിക്കുന്ന അറിവാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. പടച്ച റബ്ബിൻ്റെ അടിമകൾ എന്ന നിലക്ക് നമുക്ക് അള്ളാഹുവിന് കീഴ്പ്പെടലാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ പാലിക്കാനും പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്കാനുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചില കാര്യങ്ങൾ ശക്തമായ ഗൗരവമായ താക്കീതായിരിക്കും. ചില കാര്യങ്ങൾ അത് ഇഷ്ടമില്ല എന്നുള്ള രൂപത്തിലുള്ള വെറുപ്പോടെയായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. ചില കാര്യങ്ങളെക്കുറിച്ച് അനുവദനീയമാണ് എന്ന രൂപത്തിൽ പഠിപ്പിച്ചു കാണും. ഇങ്ങനെ വിവിധ തട്ടുകളിലും തലങ്ങളിലുമായിട്ടാണ് മതവിധികളും അനുബന്ധമായ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്താണ് നിങ്ങളുടെ വലത് കൈയിലുള്ളത് എന്ന് ചോദിച്ചു. ഒമാ തിൽക ബിയമീനിക യാ മൂസ. ആ യമീനിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹിയെ പോലെ ഇമാം ഇബ്നു ജരീർ തൊബരിയെ പോലുള്ള ആളുകളൊക്കെ ആ യമീൻ എന്ന വാക്ക് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലതിനെ മുന്തിക്കുക, വലതിന് പ്രാധാന്യം കൊടുക്കുക. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വലത് കൈയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ അതിനൊരു പ്രാധാന്യമുണ്ട് എന്നത് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ജീവിത കാര്യങ്ങളിലൊക്കെ വലതിനൊരു പ്രാധാന്യം കൊടുക്കണം, വലതിന് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ മുമ്പിലുണ്ടായിരുന്ന സ്വഹാബിമാരിൽ ഒരാളാണ് സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹു. അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബിതങ്ങളുടെ അടുത്ത് വെച്ചുകൊണ്ട് ഒരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു. ഫഖാൽ, അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, കുൽ ബി യമീനിക, നീ നിന്റെ വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, നീ അങ്ങനെ ചെയ്യണം. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ അസ്തതിഉ, എനിക്ക് അതിന് പറ്റൂല, ഞാൻ അങ്ങനെ ചെയ്യൂല. ഖാൽ, അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ലസ്തതഅത, എങ്കിൽ പിന്നെ നിനക്കതിന് സാധിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഒരു കൽപ്പന, വഹീന്റെ ഒരു കൽപ്പന നിന്നോട് പറഞ്ഞപ്പോ നിനക്കത് പറ്റൂലെങ്കിൽ. മാ മനഅഹു ഇല്ലൽ കിബർ, എന്നിട്ട് ഹദീസിൽ പറയാണ് അദ്ദേഹം അതിന് പറ്റൂല എന്ന് പറയാനുള്ള കാരണം വൈകല്യമല്ല, വേറെ കുഴപ്പമൊന്നുമില്ല കയ്യിനും കാലിനും. ഇല്ലൽ കിബർ, അദ്ദേഹത്തിന് അഹങ്കാരാണ്, പറ്റൂല എന്നുള്ളൊരു ധാഷ്ട്യാണ്.
റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ് ഫമാ റഫഅഹാ ഇലാ ഫി, പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന്റെ വായിലേക്ക് വലത് കൈ ഉയർത്താൻ സാധിച്ചിട്ടില്ല. അതൊരു പ്രവാചകന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിച്ചൊരു സാധാരണ ഒരു പ്രശ്നം മാതിരിയല്ലല്ലോ. പ്രവാചകനോട് തന്നെയാണ് പറയണത് എനിക്ക് പറ്റൂല. അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങളിൽ അവിടുന്ന് കൽപ്പിക്കപ്പെട്ടതാണ് വലത് കാലിൽ ഇദൻ തഅല അഹദുകും ഫല്യബ്ദഅ ബിൽ യമീൻ, ചെരുപ്പ് ധരിക്കാൻ തുടങ്ങിയാൽ വലത് കൊണ്ടാവട്ടെ. വഇദാ നസഅ, ഊരി മാറ്റുമ്പോൾ ഫല്യബ്ദഅ ബിശ്ശിമാലി, ഇടത് കൊണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയമ്മുൻ, വലതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. ഫീ തുഹൂരിഹി, എല്ലാ കാര്യങ്ങളും ശുദ്ധിയാക്കുമ്പോൾ, കൈകാലുകൾ ശുദ്ധിയാക്കുമ്പോൾ വലതിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു. വതറജ്ജുലിഹി, മുടി ചീകി ഒതുക്കി വെക്കുന്നതിൽ വലതുഭാഗത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. വതനഉലിഹി, ചെരുപ്പ് ധരിക്കുമ്പോഴും വലതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അതൊരു സുന്നത്ത് അപ്പൊ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. പള്ളിയിൽ കയറി വന്നു, നമസ്കരിക്കാൻ വേണ്ടി കയറി വന്നു. നേരെ നമ്മൾ നിൽക്കേണ്ടത് ഇമാമിന്റെ വലതുഭാഗങ്ങളിലായി നിൽക്കുക. പക്ഷെ കയറി വരുന്ന സമയത്ത് കുറേ ആളുകൾ വലതുഭാഗത്താണെങ്കിൽ നമ്മൾ എവിടെ നിൽക്കേണ്ടത്? ഒരു സഫ് ഒരു നല്ല ശതമാനം ആളുകൾ വലതുഭാഗത്ത് തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കേണ്ടത് ഇടതുഭാഗത്താണ്. അപ്പോൾ ഇങ്ങനെ മാറി മാറിയാണ് നിൽക്കേണ്ടത്. വലതിലാണ് കൂടുതലെങ്കിൽ ഇടതിലേക്ക് നിൽക്കുക. അതിനൊരിക്കലും നമ്മുടെ വലതിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടൂല. വലതിന് പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സഫിന്റെ കാര്യത്തിലും പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലാ മയാമിനിസ് സുഫൂഫ്, സഫുകളിൽ വലതുഭാഗത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലായികത്തുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ആ സൊഫിൽ തന്നെയും വലതിന് കൊടുത്ത പ്രാധാന്യം. ഒന്നാമത്തെ സൊഫ് കിട്ടാൻ ശ്രമിക്കുക, വലത് സൊഫ് കിട്ടാൻ ശ്രമിക്കുക, ജമാഅത്ത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ വലിയ കാര്യമായിട്ട് തന്നെ പഠിപ്പിച്ചത്. മറ്റൊരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ നബി തങ്ങളെ കണ്ടു, യഅഖിദു തസ്ബീഹ ബിയമീനിഹി, ഞാൻ നബി തങ്ങളെ കണ്ടു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി ദിക്ർ ഇങ്ങനെ ചൊല്ലുകയാണ്, യഅഖിദു തസ്ബീഹ ബിയമീനിഹി, വലതു കൈയിന്റെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുമായിരുന്നു. അവിടെ കല്ലുകളുണ്ട്, മരക്കൊമ്പുണ്ട്, വേറെ പല സാധനങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും ഉപയോഗിക്കാതെ തന്റെ വലത് കൈയിന്റെ വിരലുകൾ ചേർത്ത് എണ്ണം പിടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതും അക്കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദാ അതൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ, നീ എപ്പോഴെങ്കിലും രാത്രിയിൽ അല്ലെങ്കിൽ പകൽ സമയത്ത് നിന്റെ വിരിപ്പിലേക്ക് നീ കയറി ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും രാത്രിയിലുള്ള നിന്റെ ഉറക്കത്തിന്റെ സമയത്ത് പോകുമ്പോൾ നീ ഒളു ഉണ്ടാക്കിയിട്ട് നിന്റെ വിരിപ്പിലേക്ക് നീ പോകണം. എന്നിട്ട് നിന്റെ വലതുഭാഗം ചേർന്ന് കിടക്കണം. മലർന്ന് കിടക്കില്ല. പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ ചെല്ലുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ വലത് ഭാഗത്തേക്ക് തന്റെ കൈ ഇങ്ങനെ തലയുടെ താഴത്തേക്ക് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് പറഞ്ഞിരുന്നു. തന്റെ വലതു കവിളിന് താഴെ കൈവച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു പ്രവാചകർ. അതുപോലെ ഉമ്മു അതിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോള് ലഹുന്ന ഫീ ഗുസ്ലി ഇബ്നതിഹി, നബി തങ്ങളുടെ മോള് മരിച്ചപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി എടുത്തൊരു സന്ദർഭത്തിൽ, അപ്പൊ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി അവരൊക്കെ നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ അവളുടെ വലതുഭാഗം കൊണ്ട് ആരംഭിക്കുക. മയ്യത്ത് കുളിപ്പിക്കുമ്പോ വുളൂഇന്റെ അവയവങ്ങൾ കൊണ്ട് വലതുഭാഗം കൊണ്ട് ആരംഭിക്കുക. അതുവിന്റെ സുന്നത്തുകളായ പല കാര്യങ്ങളും മയ്യത്തിനും ബാധകമാണ്. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഉളു കൊടുക്കുന്നതിന്റെ മുമ്പൊന്ന് കയ്യിൽ തുണക്ക് ചുറ്റിയിട്ട് വായൊക്കെ വൃത്തിയാക്കി കൊടുക്കും. എന്നിട്ട് ഒളു ഉണ്ടാക്കി കൊടുക്കണം. ഒളു ഉണ്ടാക്കൂലല്ലോ. അപ്പൊ ആദ്യം വലതുഭാഗം പ്രാധാന്യം കൊടുത്ത് ഒളു ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഇതുപോലെ ഒരു സദസ്സിനുള്ളിൽ വന്ന് ഇരിക്കുകയാണ്. അപ്പോ കുറച്ച് പാല് കൊണ്ടുവരപ്പെട്ടു. ഒരാളെ വകയായിട്ട് എല്ലാവർക്കും വന്ന് കുറച്ച് പാല്, അവർക്ക് ആടും ഒട്ടകമൊക്കെ ഉള്ളതല്ലേ.
അപ്പോ ബിലബനിൻ ഖദ് ശീബ ബിമാഇൻ, കുറച്ച് പാല് കൊണ്ട് സദസ്സിലേക്ക് വന്നു. വഅൻ യമീനിഹി അറാബിയുൻ, അപ്പോ ഈ പാല് വിതരണം ചെയ്യാൻ നബി തങ്ങളുടെ കയ്യിലാണല്ലോ ഉള്ളത്. വഅൻ യമീനിഹി അറാബിയുൻ, നബിന്റെ വലതു ഭാഗത്ത് ഒരു അറാബിയായ സാധാരണ ഒരാളാണ്. വഅൻ ഷിമാലിഹി അബൂബക്കർ, അന്ന് സാധാരണ വലതു ഭാഗത്തിന് അബൂബക്കർ ഉണ്ടാവലുണ്ട്, അന്ന് ഇടതു ഭാഗത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫശരിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആ പാലെടുത്ത് കുടിച്ചു. പിന്നെ എന്നിട്ട് ആദ്യം അറാബിക്ക് കൊടുത്തു. അറാബിക്കാണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാധാന്യം കൂടുതൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കാഞ്ഞത്? വലതു ഭാഗത്ത് അറാബിയാണ് എന്ന് കണ്ടപ്പോൾ ആദ്യ പരിഗണന അറാബിക്ക്. വഖാൽ, എന്നിട്ട് നബി പറഞ്ഞു കൊടുത്തു, അൽ ഐമനു വൽ ഐമൻ, വലതു ഭാഗത്തുള്ളവർ അങ്ങനെ അങ്ങനെ കൊടുത്തു പോകൂ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നടക്കുന്ന സുന്നത്താകുന്ന കാര്യങ്ങളാണ്. ഒരിക്കൽ സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതേപോലെ ഒരിക്കൽ കുടിക്കാനുള്ള ഒരു പാനീയം കൊണ്ടുവന്നു. എന്താണെന്നുള്ള പറയുന്നത്, ഒരു പാനീയം കൊണ്ടുവന്നു. ഫശരിബ മിൻഹു, നബി തങ്ങൾ അതൊന്ന് കുടിച്ചു. വഅൻ യമീനിഹി ഗുലാമുൻ, നബിന്റെ വലതുഭാഗത്തൊരു ചെറിയ കുട്ടി ഇരിക്കണം, ഗുലാമാണ്. വഅൻ യസാരിഹി അൽശിയാഹ്, ഇടതുഭാഗത്ത് കുറെ പ്രായം ചെന്നവരും കാരണവന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫഖാല ലിൽ ഗുലാമി, അപ്പൊ ഈ കുട്ടിനോട് നബി തങ്ങൾ അനുവാദം ചോദിച്ചു. അതഇദൻ ലി അൻ നുഅതി ഹൗലാ, മോനെ സത്യത്തിൽ നീയാണ് എന്റെ വലതുഭാഗത്തുള്ളത്, എങ്കിലും പ്രായമായവരും മുതിർന്നവരൊക്കെയുണ്ട്, ഞാൻ ഇവർക്ക് ആദ്യം കൊടുക്കുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നീ എനിക്ക് അനുവാദം തരുമോ? ഫഖാല ഗുലാം, അപ്പൊ കുട്ടി പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ലാ ഊസിറു ബിനസീബി മിൻക അഹദൻ, ഇല്ല നബിയെ, അത് എനിക്കുള്ള ചാൻസാണ്, അത് ഞാൻ ആർക്കും കൊടുക്കൂല. നിങ്ങളെ കയ്യിൽ നിന്ന് ആദ്യം കിട്ടുക എന്നുള്ള ചാൻസ് എനിക്കുള്ളതാണ്, അത് ഞാൻ വിട്ടുതരാൻ തയ്യാറല്ല. ഖാല ഫതല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യദിഹി, ആ കുട്ടിയുടെ കയ്യിക്ക് നേരെ എടുത്തു കൊടുത്തു. വലതിന് പ്രാധാന്യം കൊടുത്തതിന്റെ അടയാളം പറഞ്ഞു. ഇദാ ലബിസ്തും, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോഴും, വഇദാ തവല്ലതും, ഉളുണ്ടാക്കുമ്പോഴും, ഫബ്ദഊ ബിഅയാമീനിക്കും, വലതിന് പ്രാധാന്യം കൊടുത്തോളൂ. വസ്ത്രം ആദ്യം കൈയിടുമ്പോൾ വലതുഭാഗത്തിന് പ്രാധാന്യം കൊടുക്കും. ഇന്ന അസ്വാബത്ത് ഇഹ്ദാനാ ജനാബതൻ നഖദത് ബി യദൈഹാ സലാസൻ ഫൗഖ റഅസിഹാ, ജനാബത്തുകാരനായി കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് ആദ്യം വലതുഭാഗത്ത് വെള്ളം ഒഴിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. അതേപോലെ ഹദീസിൽ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, നബി തങ്ങൾ നബിയുടെ എല്ലാ കാര്യങ്ങളിലും വലതിന് മുന്തിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് ഈ വിഷയത്തിൽ റിയാദുസ് സാലിഹീൻ എഴുതിയ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇസ്ലാമിലെ ആദരണീയമായ അലങ്കൃതമായ എല്ലാ നല്ല കാര്യങ്ങളിലും വലതിനെ മുന്തിക്കാനും ആരംഭിക്കുക എന്നതും, അതുപോലെ തന്നെ ഇതിന് വിപരീതമായ കാര്യങ്ങളിലൊക്കെ ഇടതിനെ മുന്തിക്കുന്നതും മതത്തിൽ തുടർന്നു പോരുന്ന ഒരു പൊതുതത്വമാണ്. ആ പൊതുതത്വത്തെ നമ്മൾ പരിഗണിക്കണം എന്നർത്ഥം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ വലതിലേക്ക് പ്രാധാന്യം കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടിയുണ്ട്. ചില സ്ഥലങ്ങളിൽ കൂടി പറയാം. ഇദാ തനഖമ അഹദുകും ഫലാ യതഖമ്മന ഖിബല വജ്ഹിഹി വഅലാ അൻ യമീനിഹി. നമ്മള് കഫം വന്നു, അല്ലെങ്കിൽ ഒന്ന് തുപ്പിക്കളയണമെന്ന് തോന്നി, നിങ്ങൾ നിങ്ങളുടെ വലതു ഭാഗത്തേക്ക് തുപ്പിക്കളയരുത്. ഫലാ യതഖമ്മന ഖിബല വജ്ഹിഹി വലാ അൻ യമീനിഹി. പിന്നെ എവിടേക്കാ തുപ്പേണ്ടത്? വൽയുബ്സഖ് അൻ യസാരിഹി, ഇടതു ഭാഗത്തേക്കും. അതും ചില വിശദീകരണങ്ങൾ കാലിന്റെ താഴ്ഭാഗത്തേക്കായി തുപ്പുന്നത്, നേരെ അങ്ങോട്ട് തുപ്പി ഒഴിവാക്കുന്നതിന് പകരം കാലിന് താഴെയായി മറ്റുള്ളവർക്ക് ശല്യമാവാത്ത രൂപത്തിൽ തുപ്പി ഒതുക്കാൻ. ഔ തഹ്ത ഖദമിഹിൽ യുസ്ര, അല്ലെങ്കിൽ ഇടതു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഇടതു കാലിന് താഴത്തേക്ക് തുപ്പി ഒഴിവാക്കട്ടെ എന്ന് ഇമാം ബുഖാരിയുടെ 409 ഹദീസ്. പിന്നെ
നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നിയ്യത്തും കൂടി ഉണ്ടാവണം. നമ്മൾ കൊടുത്തു പോയപ്പോൾ വലുതായാ പോരാ, ചെയ്തു പോയപ്പോൾ വലുതായാ പോരാ. ഈ ചെയ്യുന്നത് എനിക്ക് സുന്നത്തുള്ള കാര്യമാണെന്നുള്ള നിയ്യത്തും കൂടി വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വലതിന് പ്രാധാന്യം കൊടുക്കണം എന്നതിൽ ആ പരിഗണന വെച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നർത്ഥം. ആദ്യം അതെ അറിയാവാം. മറ്റു വലത് അതിന് വലതും ഇടതും ഇല്ലല്ലോ, അതിൽ തന്നെ നമുക്ക് വലത് ഭാഗത്ത് ഒഴിക്കാം. അതെ, വലതും ഇടതുമുള്ള ഭാഗങ്ങളിൽ ആദ്യം വലതിനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നർത്ഥം. അപ്പൊ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം ഒരു വടിയും പിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും ആ വടി എവിടെയായിരുന്നു? അവന്റെ വലത് കയ്യിലായിരുന്നു. അവിടെ പറഞ്ഞു ഹിയ അസായ അതവക്കഉ അലൈഹ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖറ. നമുക്ക് കഴിഞ്ഞ ആഴ്ച എടുത്ത ആയത്തൊന്ന് ഓതി നോക്കിയിട്ട് പുതിയ ആയത്തിലേക്ക് പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ തിൽക ബിയമീനിക യാ മൂസാ قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى قال هي عصاي أتوكأ عليها وأهش بها على غنمي വലിയ ഫീഹാ മആരിബു ഉഖ്റാ. ആ ആയത്തിൽ ഖാല ഹിയ അസായ അതവക്കഉ അലൈഹ. എന്താണ് ഈ അതവക്കഉ എന്ന് പറഞ്ഞാൽ? ഞാൻ ബലം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വഅഹുശു ബിഹാ അലാ ഗനമി. ഞാൻ എൻ്റെ ആടുകൾക്ക് ഇല പൊഴിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വലിയ ഫീഹാ മആരിബു ഉഖ്റാ. വേറെയും പല ആവശ്യങ്ങൾക്കും ഞാൻ എൻ്റെ ഈ വടി കൊണ്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. ഖാല അൽഖിഹാ യാ മൂസാ ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ قال خذها ولا تخف سنعيدها سيرتها الأولى. ഇന്ന് പഠിക്കാനുള്ള ആയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ ഓതുന്ന ഭാഗം ശ്രദ്ധയോടെ ഓതുക. قال ألقها يا موسى فألقاها فإذا هي حية تسعى فألقاها فإذا هي حية تسعى حية تسعى قال خذها ولا تخف قال خذها ولا تخف سنعيدها سيرتها الأولى سنعيدها سيرتها الأولى قال خذها ولا تخف سنعيدها سيرتها الأولى قال ألقها يا موسى فألقاها فإذا هي حية تسعى
قال خذها ولا تخف سنعيدها سيرتها الأولى. ഈ ആയത്തിന്റെ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഖാല അൽഖിഹ, അൽഖാഹ, അതിലൊക്കെ ഖാഫാണ്. അൽഖാ, അൽഖി, ഫഅൽഖാഹ. അപ്പൊ ഖാഫ് കാഫ് മാറി ഉച്ചരിക്കരുത്. അൽഖാഹ, അൽഖിഹ, അതുപോലെയുള്ള പ്രയോഗം ശ്രദ്ധിക്കാം. പിന്നെ ഹയ്യത്തുൻ തസ്ആ, തൻവീന് ശേഷം താ വരുന്ന സമയത്തൊക്കെ ഹയ്യത്തുൻ തസ്ആ എന്ന് പറയില്ല. ഹയ്യത്തുൻ തസ്ആ. ഖാല ഖുദ്ഹ, ഖുദ്ഹ എന്ന് പറയല്ല. ഖുദ്ഹ, ഖുദ്ഹ. ഖാല ഖുദ്ഹ വലാ തഖഫ്, തഖഫ് ഖുദ്. ഖാല ഖുദ്ഹ വലാ തഖഫ് സനുഈദുഹാ സീറതഹൽ ഊലാ. ആ വലാ തഖഫ് എന്നതിന്റെ മോഡിൽ ഒരു ചെറിയ ചിഹ്നം കാണാനുണ്ടോ നിങ്ങൾ? ലൈറ്റില്ലേ? ആ ചിഹ്നത്തിന്റെ അർത്ഥം സിലി എന്നാണ്. ചേർത്ത് ഓതലാണ് നല്ലത്, ചേർത്ത് ഓതലാണ് നല്ലത്. വലാ തഖഫ് സനുഈദുഹാ സീറതഹൽ ഊലാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാം പറയാണ്, ഞാൻ ഈ വടി കൊണ്ട് എൻ്റെ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞതിൽ പണ്ഡിതന്മാർ പറഞ്ഞ് രേഖപ്പെടുത്തിയൊരു കാര്യമാണ്. പ്രവാചകന്മാരിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇതുപോലെ ജോലി ചെയ്ത് അധ്വാനിച്ച്, അതിൽ പലരും അധികം ആളുകളൊക്കെ ആടിനെ നോക്കി പിന്നെ ജീവിച്ചിരുന്നവരായിരുന്നു, റിസ്ക് കണ്ടെത്തിയവരായിരുന്നു. അതിന്റെ ഒരു സംഭവം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുണ്ടായി, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റഅൽ ഗനമ. ഏതൊരു നബിനെ അള്ളാഹു നബിയായി നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ ആടുകൾ മേക്കാതിരുന്നിട്ടില്ല. എല്ലാ നബിമാരും ആടുകളെ മേക്കാതിരുന്നിട്ടില്ല. ഫഖാല അസ്ഹാബുഹു വ അൻത. അപ്പൊ ഇത് കേട്ടപ്പോ സഹാബിമാര് ചോദിച്ചു, നബി നിങ്ങൾ ആടിനെ നോക്കാനൊക്കെ പോയിട്ടുണ്ടോ? ഫഖാൽ നഅം, അതെ. കുൻതു അർആഹ അലാ ഖറാരീത അലി അഹ്ലി മക്ക. ഞാന് പണ്ട് കാലത്ത് മക്കയിലുള്ള ആളുകൾക്ക് ജോലിക്കായിട്ട് ഖറാരീത്തിനായി ചെറിയ നാണയത്തുട്ടുകൾക്ക് പ്രതിഫലം വാങ്ങാൻ വേണ്ടിയിട്ട് ആടിനെ മേച്ച് ജോലി ചെയ്തിട്ടുണ്ട് ഞാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് മുമ്പൊക്കെ ഉണ്ടായ സംഭവങ്ങളിലൊക്കെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് മഹാനായ അബ്ദത്ത് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കേ, തഫാഖറ അഹ്ലുൽ ഇബ്ലി വഅസ്ഹാബുശ് ശാഇ. ചില ആൾക്കാര് മക്കക്കാര് ഇങ്ങനെ പറഞ്ഞു, ഒട്ടകമാണ് നല്ലത്, ഒട്ടകത്തിനെ നോക്കലാണ് നല്ലത്, ഒട്ടകത്തിനാണ് കൂടുതൽ ശ്രേഷ്ഠത. അപ്പോ ആടിന്റെ ആൾക്കാർ പറഞ്ഞു, അല്ല, ആടിനാണ് പ്രാധാന്യം കൂടുതൽ, ആടിനെ നോക്കലാണ് നല്ലത് എന്ന രൂപത്തിൽ തർക്കം വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ അവരോട് പറഞ്ഞു, ബുഇസ മൂസാ വഹുവ റാഇ ഗനമിൻ. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു, അദ്ദേഹം ആടിനെ മേച്ചിരുന്നു. ദാവൂദ് നബിയായി മാറിയ ആളാണ്, അദ്ദേഹം റായിയാണ്, ആടിനെ നോക്കിയിരുന്ന ആളാണ്. ഞാനൊരു പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. മക്കയിലെ അജിയാദ് ഭാഗത്തുള്ള എന്റെ കുടുംബത്തിന് വേണ്ടി ഞാനും കുറെ കാലം ആടുകളെ മേച്ച് നടന്നിട്ടുണ്ട്. ആ നിലക്ക് നോക്കിയാൽ ഒട്ടകത്തിനേക്കാൾ ഈ പ്രാധാന്യമായിരിക്കും വരിക. മറ്റൊരിക്കൽ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ലഹ്റാനിലൂടെ നടന്നു പോവാണ്. അവിടെ ചെന്ന സമയത്ത് നജ്നിയൽ കബാസ, അവിടുന്ന് അവരിങ്ങനെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറാഖിന്റെ കൊള്ളികൾ അവരിങ്ങനെ പെറിച്ചെടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നബി അവരോട് പറഞ്ഞു, അലൈക്കും ബിൽ അസ്വദി മിനു, നിങ്ങൾ അടുത്ത് അറാഖിന്റെ കറുത്ത കൊള്ളികൾ തെരഞ്ഞെടുത്തോളൂ ട്ടോ. ഫഇന്നഹു ഐതബു, അതായിരിക്കും അതിലേറ്റവും നല്ല സാധനം.
ഫഖാൽ, അപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു തിരിച്ച് നബിയോട് ചോദിച്ചു, അല്ല നബി, നിങ്ങൾക്കിപ്പോ എങ്ങനെ ഇതൊക്കെ അറിയാം? ഫഖാല അകുൻത തർഅൽ ഗനം, അല്ല നിങ്ങൾ ഈ വഴിയിലൂടെ ആടിനെ മേച്ച് നടന്നിട്ടുണ്ടോ നബി? ഖാല നഅം, അതെ. വഹൽ മിൻ നബിയിൻ ഇല്ലാ റആഹ, ഏതൊരു നബിയുണ്ടോ ആ നബിയെല്ലാം ആടിനെ മേച്ചു നടന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ഇനി എല്ലാ ജോലിയും ഒഴിവാക്കി, എല്ലാ കച്ചവടം ഒഴിവാക്കി എല്ലാവരും ആടിനെ നോക്കാൻ പോകണം എന്നൊന്നുമല്ല ഈ പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇനി വിശദീകരിക്കണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് ഇനി വേറെ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സഹാബത്തിനോട് അത് മാത്രം പറഞ്ഞാണോ? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചരിത്രം കാണാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്തിരുന്നു. അപ്പൊ അബ്ദുറഹ്മാൻ ഔഫിനോട് കച്ചവടം ചെയ്യേണ്ട, ആടിനെ നോക്കാൻ നല്ലതെന്ന് പറഞ്ഞു? ഇല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നല്ല സമ്പന്നനായിരുന്നു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ വേറെ നമുക്ക് കാണാനുണ്ടല്ലോ. ജോലി ചെയ്ത് ജീവിച്ചിരുന്നു, എന്നാൽ ഇതിന് ഇങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെയുള്ള പ്രവാചകന്മാർ ഈ സംഭവം ചെയ്യുന്നതിൽ, ആടിനെ മേച്ചതിൽ ചില ഗുണപാഠങ്ങളുണ്ട്. അത് നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല. അതില് ഉലമാക്കന്മാർ പറഞ്ഞത്, ആടിനെ മേച്ച് തെളിച്ച് കൊണ്ട് നടക്കുന്നതിലൂടെ ഒരു പ്രവാചകൻ നേടുന്നത് ഒരു ജനതയെ തെളിച്ച് നടത്തി കൃത്യമായി ക്ഷമയോടുകൂടെ ആ ജോലി ചെയ്യാൻ പറ്റുന്നൊരു ട്രെയിനിങ് പോലെയാണ് ഇത് കാണുന്നത്. ഉലമാക്കന്മാര് അതിന്റെ വിശദീകരണം പറയാം. നല്ല ജാഗ്രതയോടെ ആടിനെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാഗ്രത ഉണ്ടല്ലോ, അങ്ങനെ നിരന്തരമായ ശ്രദ്ധയോടെ ജനങ്ങളെ കൊണ്ട് നയിക്കാൻ പറ്റുന്ന ഒരു പരിശീലനമായിരുന്നു അത് എന്ന്. മാത്രമല്ല, ആടിനെ നോക്കി വളർത്തി അങ്ങനെയൊക്കെ പരിചരിച്ചു പോയ ഒരാളാ എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിനയത്തിന്റെ, താഴ്മയുടെ അടയാളം കൂടിയായിരുന്നു. അങ്ങനെ സുഖലോലുപതയും വലിയ പൊങ്ങച്ചങ്ങളൊന്നുമായിട്ട് നടക്കുന്ന ഒരാളായിരുന്നില്ല എന്നുകൂടെ തെളിയിക്കാൻ വേണ്ടിയായിരുന്നു. അതൊരു ന്യൂനതയോ അതൊരു കുറവോ അല്ല. നമ്മൾ ഒരിക്കലും ഒരു ജോലിയുടെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല. അയാള് ശരിയല്ല, അയാൾ കോറിപ്പണി ചെയ്തിരുന്ന ആളാണ്, കല്ലുകോറിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, അതുകൊണ്ട് അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല, അയാളൊരു മീൻ കച്ചവടക്കാരനാണ്, അങ്ങനെ പറയാൻ പറ്റൂല. ഇയാൾ ശരിയല്ല, ഇയാളൊരു സാധാ കൂലിപ്പണിക്കാരനാണ്, ഈ നിലക്കൊന്നും നമ്മുടെ ഇടയിൽ സംസാരം തന്നെ വരാൻ പാടില്ല. ഇപ്പം അതേപോലെ പ്രാസ്ഥാനികമായ ചില സംഘടനാ ഭാരവാഹിത്വങ്ങൾ മറ്റൊക്കെ വരുമ്പോൾ അതൊക്കെ വെറും മാഷന്മാർക്കും ഡോക്ടർമാർക്കും പ്രൊഫഷണലുകൾക്കുള്ള സ്ഥാനമൊന്നുമല്ല. ആ കഴിവുള്ള ആൾ ആരാണോ അവർക്കൊക്കെ ആ സ്ഥാനത്തിന് അധികാരമുണ്ട്. അത് അയാൾ എന്ത് ചെറിയ പണി തന്നെ, ഒരു ജോലി ഇല്ലാത്ത ആളാണെങ്കിലും അവർക്കും ആ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാവുന്നതാണ് എന്ന്. മാത്രമല്ല, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔന്നിത്യമാണ് ആ സംഭവത്തിലൂടെ വിശദീകരിക്കുന്നത്. മറ്റൊരു കാര്യം, സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നവരായിരുന്നു പ്രവാചകന്മാര് എന്ന് പഠിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ ചരിത്രം പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യം, മൂസാ നബിയെ നിങ്ങളുടെ കയ്യിലുണ്ട് ആ ഇതുവരെ നിങ്ങൾ സംസാരിച്ച ആ വടി ഉണ്ടല്ലോ, ഖാല, അല്ലാഹു തആല പറഞ്ഞു, അൽഖിഹ, അൽഖിഹ. തഫ്സീറുൽ ബഗവിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അൽഖിഹ, ആ വടി താഴേക്കിടുക. യാ മൂസ, അല്ലയോ മൂസ, നിങ്ങളുടെ കയ്യിലുള്ള ആ വടി നിങ്ങൾ താഴേക്ക് ഇടുക. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ചില പാഠം പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ നിലത്തേക്ക് ആ വടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഫഅൽഖാഹ, ഒരു കൽപ്പന വന്നു, കൽപ്പന കിട്ടിയപ്പോ ആ വടി അപ്പോൾ തന്നെ നിലത്തിട്ടു. അൽഖാഹ ഫഅൽഖാഹ, അപ്പോൾ തന്നെ ആ വടിയെ നിലത്തിട്ടു. അപ്പോഴോ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, എന്തായി മാറി? ഫൈദ, അപ്പോൾ, ഹിയ, അത്, ഹയ്യത്തുൻ, ഒരു പാമ്പായി. തസ്ആ, തസ്ആ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന, ഓടുന്ന, ചലിക്കുന്ന പാമ്പ്, ജീവനുള്ളതായി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ അഅളമി മാ യകൂന മിനൽ ഹയ്യാത്തി, സാധാരണ പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തനായി കുറച്ചൊക്കെ വലിയ രൂപത്തിലുള്ള ഒരു പാമ്പായി മാറി. തസ്ആന്ന് പറഞ്ഞ തംശി ബിസുറഅത്തിൻ അലാ ബത്നിഹ, വേഗത്തിൽ ചലിക്കുന്ന, ശക്തിയിൽ ചലിക്കുന്ന പാമ്പായി മാറി. വൽ ഹയ്യത്തു തജ്മഉ സ്സഗീറ വൽ കബീറ വദ്ദകറ വൽ ഉൻസ, ഹയ്യത്ത് എന്ന വാക്കിൽ ആണായാലും പെണ്ണായാലും എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാമ്പുകളും പെടുന്നതാണ്. ഇവിടെ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്, ഹയ്യത്തുൻ തസ്ആ.
അതിങ്ങനെ നല്ല ചലിക്കുന്ന ജീവനുള്ള ഉന്മേഷമുള്ള ഒരു പാമ്പായി തൻ്റെ മുമ്പിൽ വെച്ചങ്ങ് മാറി. പേടിച്ചു. മൂസാ നബി അല്പം പിറകോട്ട് മാറി. കാല അല്ലാഹു തആല പറഞ്ഞു, ഖുദ്ഹാ, ഇനി മൂസാ നബിയെ നിങ്ങൾ ആ വടി ഖുദ് എന്ന് പറഞ്ഞാൽ എടുക്ക്, ഖുദ്ഹാ, ഇനി നിങ്ങൾ ആ വടി എടുത്തോളൂ. വലാ തഖഫ്, നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ഖുർആനിലെ എത്രയോ സന്ദർഭങ്ങളിലാണ് പറയുന്നത് നിങ്ങൾ പേടിക്കരുത്. പേടിപ്പിക്കുക എന്നുള്ളത് എല്ലാ ശത്രുക്കളുടെയും ലക്ഷ്യമാണ്. നിങ്ങൾ പേടിക്കരുത്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് മലക്കുകൾ വന്ന് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അവർ ഭയപ്പെട്ടു. സക്കരിയ നബിനോട് പറഞ്ഞു, ലാ തഖഫ്, നിങ്ങൾ പേടിക്കരുത്. ഫബശറൂഹു ബിഗുലാമിൻ ഹലീം, അവർക്കൊരു സന്തോഷ വാർത്തയായി കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള വിവരം പറഞ്ഞ് മലക്കുകൾ തിരിച്ചുപോയി. അല്ലാ തഖാഫു വലാ തഹ്സനു, ഖുർആനിൽ ഒരൊറ്റ ആയത്തിലും നിങ്ങൾ പേടിക്കണം എന്ന് പറയാതെ ജനങ്ങളോട് നിങ്ങൾ അമിതമായ അനാവശ്യമായ ഭയം ഉണ്ടാകരുത്, നിങ്ങൾക്ക് വിഷമമുണ്ടാകരുത്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഇന്ന ആളുകൾക്കൊക്കെ പേടി ഉണ്ടാവൂല, വിഷമം ഉണ്ടാവൂല, ദുഃഖം ഉണ്ടാവൂല, ഭയപ്പെടണ്ട. ലാ തഖഫ്, നിങ്ങൾ പേടിക്കരുത് മൂസാ നബി. സനുഈദുഹാ, നാം ഇപ്പോൾ തന്നെ അതിനെ മടക്കി എടുക്കുന്നതാണ്. സീറത്തഹ, അതിന്റെ പഴയ രൂപത്തിലേക്ക്. അൽ ഊല, ആദ്യം ആ വടി എന്തായിരുന്നോ അതേ അവസ്ഥയിലേക്ക് നാം അതിനെ മാറ്റാൻ പോവാണ്. മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ആ വടി എന്താണോ അതിലേക്ക് അതിനെ മാറ്റാൻ പോവാണ്. ഇത് മൂസാ നബി ഒരു പ്രവാചകനാണെന്ന് തെളിയിക്കാനും മൂസാ നബിക്ക് ഈമാനികമായ വർധനവുണ്ടാക്കാനും മറ്റുമായിട്ടാണ് തെളിവായിട്ട് മുഅ്ജിസത്തായിട്ട് കൊടുക്കുന്നത്. ജീവനില്ലാത്ത വടിയിൽ നിന്ന് ജീവനുള്ള പാമ്പിനെ കാണിച്ചു കൊടുക്കുന്നു. ജീവൻ ഉണ്ടായിരുന്ന പാമ്പിനെ പോയി പിടിച്ചപ്പോ ജീവനില്ലാത്ത വടിയായി മാറുന്നു. ഇതാണ് മുഅ്ജിസത്ത്. ഇത് അത്ഭുതമാണ്. ഇത് ഈ വടി നിലത്തിടുന്നത് വരെ മൂസാ നബിക്ക് അറിയില്ല അതിങ്ങനെ സംഭവിക്കാൻ പോവാണ്. നമ്മുടെ നാട്ടിൽ മുഅ്ജിസത്ത് പോയിട്ട് കറാമത്തിന് തന്നെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ കറാമത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സംഭവങ്ങളൊക്കെ അങ്ങനെ വായിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. പ്രവാചകന്മാരുടെ പോലും ജീവിത ചരിത്രത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി, ആ വടി നിലത്തിടുന്നതിന് മുമ്പ് അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ആകാൻ പോവുകയാണ്. ആയപ്പോ പേടിക്കണം. എന്താ, കാണാത്ത ഒരു സസ്പെൻസ് ആയിട്ടാണ് വന്നത്. പേടിച്ച് മാറി നിൽക്കുക. പിറകോട്ട് വന്നപ്പോഴാണ് പറഞ്ഞത്, ലാ തഖഫ്, നിങ്ങൾ പേടിക്കണ്ട. സനുഈദുഹാ സീറത്തഹൽ ഊല, പഴയ അവസ്ഥയിലേക്ക് നാം അതിനെ മാറ്റുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ മുഅ്ജിസത്താണ് ഇതിലൂടെ കാണിക്കുന്നത്. രണ്ടാമത്തെ മുഅ്ജിസത്ത് അടുത്ത ആയത്തിലാണ് വിശദീകരിക്കുന്നത്. നമുക്കൊന്നുകൂടി ഓതി നോക്കാം. ഖാല അൽഖിഹാ യാ മൂസാ ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സീറത്തഹൽ ഊലാ. 21 ആയത്തുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ബാക്കിയും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ അറിവിൻ്റെ ഓരോ സദസ്സിലും വന്നിരിക്കാനും അതിലൊക്കെ പങ്കെടുക്കാനും അതിൻ്റെ പൂർണ്ണമായ നന്മകളൊക്കെ നേടിയെടുക്കാനുമുള്ള ഒരു മഹത്തായ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള മഹത്തായ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകുമാറാകട്ടെ. നല്ല രൂപത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സമ്പത്തും സമയവും ആരോഗ്യവും ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ മറ്റാളുകൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരു നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.